ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മളെ വീഡിയോ മുഹറം മാസത്തിൽ ബിസ്മി എഴുതുന്നതിനെ കുറിച്ചിട്ടുള്ളതാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ബിസ്മി എഴുതിയതിനെ കുറിച്ചിട്ടൊക്കെ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ അതിൽ കുറച്ച് പേരൊക്കെ കുറച്ച് ഡൗട്ടൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചോദിച്ചിട്ടുള്ള ഡൗട്ട് ക്ലിയർ ചെയ്യാനും പിന്നെ ഞാൻ എങ്ങനെയാണ് ബിസ്മി എഴുതാറുള്ളത് എന്നൊക്കെ കാണിക്കുന്നതാണ് ഈ വീഡിയോ. മുഹറം മാസം എന്നത് ഇസ്ലാമിക് ന്യൂ ഇയർ ആണ്. അപ്പോൾ നമ്മൾ മാസം കണ്ടു എന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളിവിടെ ചിലപ്പോൾ ഞായറോ തിങ്കളോ ആയിരിക്കും മാസം കാണുക. അപ്പോൾ മാസം കണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ നമ്മൾ സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യണം. അങ്ങനെ നമ്മൾ മാസപ്പിറവി കണ്ടിട്ട് സൂറത്തുൽ മുൽക്ക് ഓതിയിട്ടുണ്ടെങ്കിൽ ആ മാസം മുഴുവൻ അള്ളാഹുവിൻ്റെ സംരക്ഷണം നമുക്ക് ലഭിക്കും. ഇനി നമുക്ക് ബിസ്മി എഴുതുന്നതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. മുഹറം 1 രാത്രിയിലോ പകലോ നമുക്ക് ബിസ്മി എഴുതാൻ പറ്റും. അതായത് നമ്മൾ മാസം കണ്ടെന്ന് അറിയില്ലേ, ആ ഒരു സമയം മുതൽ പിറ്റേ ദിവസം മഗ്‌രിബ് ബാങ്ക് കൊടുക്കുന്നതിൻ്റെ ഉള്ളിൽ നമ്മൾ ബിസ്മി എഴുതി തീർക്കണം. അതിലേറ്റവും നല്ലത് നമ്മൾ സുബ്ഹ് നിസ്കാരം കഴിഞ്ഞിട്ട് എഴുതുന്നതാണ്. സുബ്ഹിൻ്റെയും ളുഹറിൻ്റെയും ഇടയിലുള്ള സമയമുണ്ടല്ലോ, അതിൻ്റെ ഉള്ളിൽ എഴുതി തീർക്കലാണ് ഏറ്റവും നല്ലത്. ഇനി ബിസ്മി എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതെന്തൊക്കെയെന്നുള്ളത് പറയാം. ആദ്യം തന്നെ നമ്മൾ വുളു ചെയ്യുക, എന്നിട്ട് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുക, എന്നിട്ട് വരയില്ലാത്ത വെള്ള പേപ്പർ എടുക്കുക. വരയുള്ള പേപ്പറിൽ എഴുതാൻ പറ്റുമെന്നൊക്കെ ചില ആളുകൾക്കൊക്കെ ഡൗട്ട് ഉണ്ടാവും. ശരിക്കും വരയില്ലാത്ത പേപ്പറാണ് എടുക്കേണ്ടത്. എന്നിട്ട് നമ്മൾ കിബിലക്ക് മുന്നിട്ടിരുന്നിട്ട് നല്ല നിയത്തോടെ നമുക്ക് എന്ത് കാര്യങ്ങളാണോ അള്ളാഹുവിൽ നിന്ന് നമുക്ക് ലഭിക്കേണ്ടത് ആ കാര്യങ്ങളെല്ലാം അള്ളാഹുവിനോട് നന്നായി ദുആ ചെയ്യുക. എന്നിട്ട് നമ്മൾ ബിസ്മി എഴുതി തുടങ്ങുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് നമ്മൾ 113 പ്രാവശ്യമാണ് എഴുതേണ്ടത്. ബിസ്മിയിൽ 19 അക്ഷരങ്ങളുണ്ട്. അക്ഷരങ്ങൾ തെറ്റാതെ എഴുതണം. ഹർക്കത്തുകൾ ഒന്നും എഴുതരുത്. അക്ഷരങ്ങൾ കൂട്ടിമുട്ടാതെ ഒറ്റൊറ്റ അക്ഷരമായിട്ടാണ് എഴുതേണ്ടത്. ഇപ്പോൾ ഞാനിതാ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെയാണ് നമ്മൾ എഴുതേണ്ടത്. പിന്നെ നമുക്ക് ചില ആളുകൾക്കൊക്കെ ഒരു ഡൗട്ട് ഉണ്ടാവും, ഇത് നമ്മൾ എഴുതുമ്പോൾ എണ്ണം തെറ്റിപ്പോവില്ലേ, അപ്പോൾ നമുക്ക് അതിൻ്റെ കൂടെ എണ്ണം എഴുതാൻ പറ്റുമോ എന്നുള്ളത്. ശരിക്കും അങ്ങനെ എഴുതരുത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളത് 19 അക്ഷരങ്ങളാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ 1, 2, 3 അങ്ങനെ നമ്പർ എഴുതുമ്പോൾ അതിൽ കൂടെ വേറെയും ഒരു അക്ഷരം കൂടി കൂടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ എഴുതരുത്. നമ്മൾ ഈ പേജിൽ വെറും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളത് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. ഇനി നിങ്ങൾക്ക് എണ്ണം തെറ്റിപ്പോകും എന്നുള്ള ഡൗട്ട് ഉണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യുക. ആദ്യം നമ്മൾ 10 പ്രാവശ്യം എഴുതുക, എന്നിട്ട് കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ട് വീണ്ടും 10 പ്രാവശ്യം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എഴുതുക. പിന്നെ നമ്മൾ എഴുതുന്നതിൻ്റെ ഇടയിൽ ഇടയ്ക്കിടയ്ക്കൊന്ന് എണ്ണി നോക്കിയാൽ മതി. പിന്നെ ഞാൻ ചെയ്യാറുള്ളൊരു ട്രിക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആദ്യം ഒരു പേപ്പറിനെ 3 ഭാഗമായിട്ട് തിരിക്കും. എന്നിട്ട് ആദ്യത്തെ ഒരു ഭാഗത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് 38 പ്രാവശ്യം എഴുതും. ആ 38 പ്രാവശ്യം നമുക്ക് തെറ്റിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഓരോ ഡോട്ട് ഇടും. അതായത് 1, 2, 3 അങ്ങനെ ഇടുന്നതിൻ്റെ പകരം ഓരോ ഡോട്ട് ഇടും. എന്നിട്ട് നമ്മൾ ഓരോ വരിയിൽ ബിസ്മി എഴുതുമ്പോഴും ആ ഡോട്ടിൻ്റെ മുകളിലായിട്ട് ബാ എന്നുള്ളത് എഴുതും. നിങ്ങൾക്കിപ്പോൾ ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോയെന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും ഞാൻ കഴിഞ്ഞ വർഷം എഴുതിയിട്ടുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ആദ്യത്തെ ഭാഗത്ത് ഞാൻ 38 ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എഴുതും. രണ്ടാമത്തെ ഭാഗത്തും 38 എണ്ണം എഴുതും. മൂന്നാമത്തെ ഭാഗത്ത് 37 എണ്ണമാണ് എഴുതുക. അപ്പോഴാണ് നമുക്ക് കറക്റ്റ് 113 ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ആവുള്ളൂ. പിന്നെ കുറച്ച് ആളുകൾക്കുള്ള ഡൗട്ട് അപ്പുറത്തെ സൈഡിലും എഴുതാൻ പറ്റുമെന്നുള്ളതാണ്. നമ്മൾ പരമാവധി ചെറുതാക്കിയിട്ട് എഴുതാൻ നോക്കുക. അപ്പോൾ ഈ ഒരു പേജിൽ തന്നെ എല്ലാം ഉൾക്കൊള്ളും. ഇത് ഞാൻ കഴിഞ്ഞ വർഷം എഴുതിയിട്ടുള്ള പേപ്പറാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാനിത് വീഡിയോ എടുക്കുന്നത്. ഇത് ഞാൻ സാധാ ഒരു നോട്ട് ബുക്കിൻ്റെ പേജിലാണ് എഴുതിയിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇതുപോലെ 3 സെക്ഷനാക്കിയിട്ടാണ് എഴുതാറുള്ളത്. ഇതുപോലെ ചെറുതാക്കിയിട്ട് എഴുതുകയാണെങ്കിൽ നമുക്ക് 113 എണ്ണം ഈ ഒരു സൈഡിൽ തന്നെ എഴുതാൻ പറ്റും. പിന്നെ കുറച്ച് ആളുകൾക്കുള്ള ഡൗട്ടാണ് പീരീഡ്സ് ആയിരിക്കുമ്പോൾ എഴുതാൻ പറ്റുമോ എന്നുള്ളത്. പീരീഡ്സ് ആയിരിക്കുന്നവർക്കും പ്രസവിച്ച് കിടക്കുന്ന ആളുകൾക്കൊക്കെ ഇതൊരു ദിക്റാണെന്ന് വിചാരിച്ചിട്ട് എഴുതാൻ പറ്റും. അങ്ങനെ നമ്മളിത് 113 തവണ എഴുതിയതിൻ്റെ ശേഷം 113 തവണ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലണം. എന്നിട്ട് നന്നായിട്ട് ദുആ ചെയ്യുക. ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിനോട് നമ്മൾ ആവശ്യങ്ങളെല്ലാം ചോദിക്കുക. ഞാനിപ്പോൾ 3 വർഷത്തോളമായി ഇങ്ങനെ എഴുതുന്നു.
3 വർഷം മുന്നെയാണ് ഞാനിത് ആദ്യമായിട്ട് എഴുതുന്നത്. അന്ന് ഞാൻ ആദ്യമായിട്ട് പ്രോബ്ലംസ് ആൻഡ് സൊല്യൂഷൻസ് എന്നുള്ള യൂട്യൂബ് ചാനലിൽ നിന്നാണ് ഇതറിയുന്നത്. അങ്ങനെ ഞാൻ മനസ്സിലൊരു കാര്യം ഉദ്ദേശിച്ചിട്ടാണ് എഴുതിയിട്ടുണ്ടായിരുന്നത്. അൽഹംദുലില്ലാ, അടുത്ത മുഹറം വർഷം ആവുന്നതിൻ്റെ മുന്നേ അള്ളാഹു എൻ്റെ ആ ദുആക്ക് ഉത്തരം തന്നിട്ടുണ്ട്. അത് ഒരു പേഴ്സണൽ കാര്യമായതുകൊണ്ട് എനിക്കിപ്പോൾ ഈ യൂട്യൂബിൽ അത് പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ 2ാമത്തെ വർഷം 3ാമത്തെ വർഷം ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ട് എഴുതിയ കാര്യങ്ങൾ അള്ളാഹു എനിക്ക് സാധിച്ചു തന്നിട്ടുണ്ട്, അൽഹംദുലില്ലാ. പിന്നെ ഞാൻ ഒരു കാര്യം ഓപ്പണായിട്ട് പറയാം. ഞാൻ ഈ ബിസ്മി എഴുതിയിട്ട് എൻ്റെ ഒരു പേഴ്സിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എഴുതി വെച്ചതിൻ്റെ ശേഷം എൻ്റെ ജീവിതത്തിൽ ഒരുപാട് നല്ല നല്ല കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. ജീവിതത്തിലൊരു ബർക്കത്തുള്ള പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്, അൽഹംദുലില്ലാ. പിന്നെ ഇത് ഞാൻ പേഴ്സിൽ വെച്ച ശേഷം എത്ര ബുദ്ധിമുട്ടുള്ള സമയമാണെങ്കിലും എങ്ങനെയെങ്കിലുമൊക്കെ ആയിട്ട് എൻ്റെ കയ്യിൽ ക്യാഷ് വന്നു ചേരും. എനിക്കിപ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് ജോലിയൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ എത്ര ബുദ്ധിമുട്ടുള്ള സമയമാണെങ്കിലും നമ്മളെ കയ്യിലൊരു 100 രൂപയെങ്കിലും ഇല്ലാതെ ഇരുന്നിട്ടില്ല. അത് ഞാൻ അള്ളാഹുവിനോട് ഒരുപാട് നന്ദി പറയാറുണ്ട്. ഇതിപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകളുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ ഈ ബിസ്മി എഴുതാൻ അവർക്കും ഒരു മോട്ടിവേഷൻ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് എൻ്റെ കാര്യം ഞാൻ സത്യസന്ധമായിട്ട് പറഞ്ഞത്. പിന്നെ നമ്മൾ ഈ ബിസ്മി എഴുതിയാൽ മാത്രം പോരാ, 113 പ്രാവശ്യം എല്ലാ ദിവസവും നമ്മൾ ചൊല്ലുകയും വേണം. ബിസ്മി ചൊല്ലുന്നത് നമ്മൾ പ്ലാനറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ ആ പ്ലാനറിൻ്റെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, അതൊന്ന് കണ്ടു നോക്കുക. പിന്നെ നമ്മൾ മുഹറം മാസത്തിൽ നമ്മുടെ ലൈഫിൽ കുറച്ച് ചേഞ്ചസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതും ഒന്ന് കണ്ടു നോക്കുക. നമ്മളെല്ലാ ദിവസവും ബിസ്മി പതിവാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മളെ ജീവിതത്തിൽ വിഷമങ്ങൾ, ദുഃഖങ്ങൾ, ആപത്ത് ഇതൊന്നും ഉണ്ടാവില്ല എന്ന് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ബിസ്മി പതിവാക്കുന്നവർക്ക് സാമ്പത്തികമായിട്ടുള്ള ഉയർച്ചയും ജീവിതത്തിൽ ബർക്കത്തും ലഭിക്കും ഇൻഷാ അല്ലാ. പിന്നെ നമ്മൾ എഴുതുന്ന ബിസ്മി നമ്മൾ പേഴ്സിലോ അല്ലെങ്കിൽ ബാഗിലോ ആണ് സൂക്ഷിക്കേണ്ടത്. ഒരു വീട്ടിൽ ഒരാൾ എഴുതിയാലും മതി, പക്ഷേ ആ എഴുതിയ ആൾ എല്ലാവർക്കും വേണ്ടിയിട്ട് ദുആ ചെയ്യാൻ മറക്കരുത്. പിന്നെ പറയാനുള്ളത്, നമ്മൾ കഴിഞ്ഞ വർഷം എഴുതി വെച്ചിട്ടുള്ള ബിസ്മി ഉണ്ടല്ലോ, അത് നമ്മൾ സുരക്ഷിതമായിട്ട് വേറെ എവിടെയെങ്കിലും എടുത്ത് വെക്കുക. പിന്നെ നമ്മൾ കഴിഞ്ഞ വർഷം ബിസ്മി എഴുതിയിട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഈ വർഷം എഴുതാതിരിക്കരുത്, പുതിയതായിട്ട് തന്നെ നമ്മൾ എഴുതണം. അപ്പോൾ ഇൻഷാ അല്ലാ എല്ലാവർക്കും ബിസ്മി 113 തവണ മുഹറത്തിൻ്റെ അന്ന് എഴുതാൻ കഴിയട്ടെ. അത് നമ്മളെ ജീവിതത്തിൽ എല്ലാ ദിവസവും പതിവാക്കാനും സാധിക്കട്ടെ. നമ്മളെ മനസ്സിൽ എന്ത് ഉദ്ദേശം കൊണ്ടാണോ നമ്മൾ എഴുതുന്നത്, അത് ചെറുതും വലുതുമായിട്ടുള്ള എന്ത് കാര്യമാണെങ്കിലും അള്ളാഹു നമ്മളെ ദുആ സ്വീകരിക്കട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഇൻഷാ അല്ലാ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം.